സൈബർ തട്ടിപ്പ് നടത്തിയ 3 പേർ കൊല്ലത്ത് അറസ്റ്റിൽ. ഡ്രൈവർ ജോലി വാഗ്ദാനം ചെയ്ത് സാധാരണക്കാരെ പറ്റിച്ച പാലക്കാട് സ്വദേശിയും 2 കോടിയോളം രൂപ തട്ടിയെടുത്ത 2 യുവാക്കളുമാണ് പിടിയിലായത്. 2 കേസുകളിലായാണ് 3 പേർ പിടിയിലായിരിക്കുന്നത്. രൂപയ്ക്ക് ഡോക്ടർമാരുടെ ഡ്രൈവറാകാം. നിങ്ങളിൽ പലരും സമൂഹ മാധ്യമങ്ങളിൽ ഈ പരസ്യം കണ്ടിട്ടുണ്ടാകാം. ഈ പരസ്യം വൻ തട്ടിപ്പാണെന്നാണ് കൊല്ലം സിറ്റി സൈബർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. തട്ടിപ്പിന്റെ രീതി ഇങ്ങനെ: ഡോക്ടർമാരുടെ വീട്ടിലേക്ക് ഡ്രൈവറെ ആവശ്യമുണ്ടെന്ന പരസ്യം സമൂഹ മാധ്യമത്തിൽ പ്രസിദ്ധീകരിക്കും. ആകർഷകമായ ശമ്പളവും താമസ സൗകര്യവും വാഗ്ദാനം ചെയ്യും. ജോലിയുടെ രജിസ്ട്രേഷന് വേണ്ടി 1500 രൂപ അക്കൗണ്ടിലേക്ക് കൈമാറാനും ആവശ്യപ്പെടും. ഈ മോഹനസുന്ദര വാഗ്ദാനത്തിൽപ്പെടുന്ന പാവങ്ങൾ പണം അയക്കും. ജോലി ലഭിക്കത്തുമില്ല, പണം നഷ്ടമാവുകയും ചെയ്യും. പാലക്കാട് സ്വദേശിയായ വിഷ്ണു 6 മാസത്തിനിടെ ഈ തട്ടിപ്പിലൂടെ 8 ലക്ഷം രൂപയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി തട്ടിയെടുത്തത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊല്ലം സിറ്റി സൈബർ പോലീസ് SHOയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പാലക്കാട് നിന്ന് പിടിയിലായത്. പലരുടെയും പേരിലുള്ള സിം കാർഡുകൾ ഉപയോഗിച്ചായിരുന്നു ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നത്. പിടിയിലാകുമ്പോൾ 2 ദിവസം മുമ്പ് വാങ്ങിയ സിം കാർഡും സ്മാർട്ട് ഫോണുമായിരുന്നു പ്രതിയുടെ കൈവശമുണ്ടായിരുന്നത്. 1560 രൂപയാണെങ്കിൽ തന്നെ അത് അന്വേഷിച്ചിരുന്നപ്പോൾ കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇദ്ദേഹം ഇതുപോലുള്ള തട്ടിപ്പുകൾ നടത്തി ആഡ് നൽകി പൈസ ഇപ്പം തന്നെ ഒരു 6 മാസം കൊണ്ട് 6 ലക്ഷത്തോളം രൂപ അദ്ദേഹം കൈക്കലാക്കിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആഡ് എന്ന് പറയുന്നത് ഈ 6 മാസത്തിൽ 25 ലക്ഷം പേരാണത് കണ്ടിരിക്കുന്നത്. ഷെയർ മാർക്കറ്റിലെ നിക്ഷേപത്തിലൂടെ കോടികൾ സ്വന്തമാക്കാമെന്ന് വാഗ്ദാനം നൽകിയാണ് മറ്റൊരു സംഘം തട്ടിപ്പ് നടത്തിയത്. കണ്ണൂർ സ്വദേശികളായ റെയ്സ്, നാസിം എന്നിവരാണ് പിടിയിലായത്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിച്ചാൽ വൻ ലാഭം കൊയ്യാമെന്ന് പറഞ്ഞ് സംഘം യുവാവിനെ തെറ്റിദ്ധരിപ്പിച്ചു. ഇതിനായി ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിന്റെ തരത്തിലുള്ള വ്യാജ ആപ്പും യുവാവിനെ പരിചയപ്പെടുത്തി. പണം ലഭിക്കുന്നതായി ആപ്പിലൂടെ യുവാവിനെ അറിയിച്ചു. ഇതോടെ സഹോദരിയുടെ പേരിലുള്ള സ്വത്തുക്കളടക്കം വിറ്റ് യുവാവ് കൂടുതൽ നിക്ഷേപം നടത്തി. പണം പിൻവലിക്കാനാകാതെ വന്നതോടെ യുവാവ് കൊല്ലം സിറ്റി സൈബർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. 1,75 ലക്ഷം രൂപയാണ് സംഘം യുവാവിൽ നിന്ന് തട്ടിയെടുത്തത്. ഒരു കമ്പനിയുടെ പേര് തുടങ്ങിയ ഒരു കറണ്ട് അക്കൗണ്ടാണ്. ആ അക്കൗണ്ടിലോട്ടാണ് ഒരു 46 ലക്ഷം രൂപ, ഈ 1,75 ആ ക്യാഷിൽ നിന്ന് 46 ലക്ഷം രൂപയാണ് അതിൽ പോയിരിക്കുന്നത്. ആ കമ്പനിയുടെ പേരിലുള്ള കറണ്ട് അക്കൗണ്ടാണ്. അത് നമ്മൾ അതിന് ബേസ് ചെയ്തുള്ള അന്വേഷണത്തിലാണ് ഇവരിലോട്ട് എത്തിയത്. കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലും രാജ്യത്തെ 15 സംസ്ഥാനങ്ങളിലും പ്രതികൾക്ക് സമാനമായ രീതിയിൽ കേസുകളുണ്ടെന്ന് വ്യക്തമായി. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.